നിങ്ങളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഇന്ററാക്ഷൻ സെഷനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം. PSC റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ദിവ്യ മിസ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് എക്സാം റിലേറ്റഡ് എങ്ങനെയാണ് എക്സാമിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും സിലബസ് ഒക്കെ ഡെമോ ക്ലാസ് എല്ലാവരും കണ്ടോ? ഡെമോ അല്ല, നമ്മുടെ വർക്ക്ഷോപ്പ് എല്ലാവരും അറ്റൻഡ് ചെയ്തില്ലേ? യെസ് മാം. ഓക്കെ, അപ്പം ഡെമോ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ എങ്ങനെ വേണം പഠിക്കാൻ എന്നുള്ളത്. അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കുക, PSC എക്സാം എന്ന് പറയുന്നത് അതിനൊരു ഇന്ന പാറ്റേൺ. ഇപ്പൊ SCRT ഇത്രയും കാലം 5-6 ചോദ്യം ചോദിച്ചെങ്കിൽ നാളത്തെ ഒരു എക്സാമിന് അത് ചോദിക്കോ ഇല്ലെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ SCRT ഒരു 8ാം ക്ലാസ് മുതൽ നമ്മൾ +1 +2 NCERT നല്ല ഹോൾഡ് ഉണ്ടായിരിക്കണം. ഡിഗ്രി ടോപ്പിക്കുകളിലും അത്യാവശ്യം നല്ല ഹോൾഡ് ഉണ്ടായിരിക്കണം. അപ്പൊ കുറെ പേരൊക്കെ PG ടോപ്പിക്ക് പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഫിസിക്സിലെ ഒരു ടോപ്പിക്ക് നമുക്ക് ഡിഗ്രിയിലും പഠിക്കാനുണ്ട്, PGയിലും പഠിക്കാനുണ്ട് അല്ലെ. പക്ഷെ PGയിൽ ക്വാണ്ടം മെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. നമുക്ക് അങ്ങനെ PGയും എല്ലാം പഠിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഡിഗ്രിയാണ് നമ്മുടെ എക്സാമിന്റെ യോഗ്യത, ഡിഗ്രിയാണ്. പ്രീവിയസ് എക്സാമിന്റെ ക്വസ്റ്റ്യനുകൾ കണ്ടാലും ഒരു ഡിഗ്രി തലത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡിഗ്രി വരെയുള്ള ടോപ്പിക്കുകളിൽ നല്ലൊരു ഹോൾഡ് ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രത്യേകിച്ച് +1 +2 NCERTയിൽ നല്ല ഹോൾഡ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ മലയാളം വേർഷനും ഇംഗ്ലീഷ് വേർഷനും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. PDF നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ മലയാളത്തിൽ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു tedious പ്രോസസ് ആണ്. കാരണം പക്ക മലയാളമായിട്ട് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി മാറുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും പഠിക്കാൻ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിന്റെ ബുക്ക് എടുക്കുക. പിന്നെ +1 +2 ക്വസ്റ്റ്യൻസ് ഒന്നും എന്താ പറയാ നമ്മളോട് മലയാളീകരിച്ച് ചോദിക്കില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ എക്സാമിന് കണ്ടു അല്ലെ. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിലെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന പോലെ ഒരു പെട്ടിയിലെ കണിക, അങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഡിഗ്രി ടോപ്പിക്കിന് നമുക്ക് ഒതന്റിക് ആയിട്ട് ഒരു മലയാളം ടെക്സ്റ്റ് ബുക്ക് ഇല്ല. പ്രത്യേകിച്ച് ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ കണ്ടന്റുകൾ പറയുന്ന ഒരു മലയാളത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഇല്ല. അപ്പൊ നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവലില് ആർദർ ബേസറിന്റെ ഒക്കെ പോലത്തെ ടെക്സ്റ്റുകളൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സിലബസിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി നിങ്ങൾ സംസാരിക്കണം കേട്ടോ, എന്നാലേ ഇനി ഞാൻ അറിയുള്ളൂ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ? ഓക്കെ മാം. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ? കാണുന്നുണ്ട് മാം. അപ്പൊ നോക്കുക, ആദ്യം തന്നെ ഫ്രീഡം മൂവ്മെന്റ്, റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് 3 മൊഡ്യൂളിൽ നിന്നായിട്ട്, അതായത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, 3 മൊഡ്യൂളിൽ നിന്നായിട്ട് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 ആണ് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത്. മൊഡ്യൂൾ 3, അതായത് നമ്മുടെ BEdുമായിട്ട് റിലേറ്റ് ചെയ്ത ഭാഗത്തു നിന്നാണ് നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ റേഷ്യോ ചിലപ്പം 5 എന്നുള്ളത് 6 ആവാം, മറ്റൊടുത്ത് 15 എന്നുള്ള 14 ആവാം. അങ്ങനെ ചെറിയൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നോക്കിയേ, റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയർ മൊത്തം 15 മാർക്ക്. മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്, അതായത് നമ്മുടെ BEd റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് ഒത്തിരി തിയറിയിലൂടെ കയറി പഠിക്കേണ്ട കാര്യം വരുന്നില്ല, എന്നാലും കുറെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ 5 മാർക്കാണ് ഇതുവരെ ചോദിച്ചു വന്ന പാറ്റേൺ. ഇനി നമ്മുടെ കൺഫർമേഷൻ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും അറിയാം. ഇനി ഇതിലൊരു സിലബസ് ചേഞ്ച് മിക്കവാറും ഉണ്ടാവില്ല, കാരണം 2021-ലെയൊക്കെ എന്താ PSC എക്സാമുകൾ ഫിസിക്കൽ സയൻസിന് നടന്നിട്ടില്ലെങ്കിലും മറ്റ് സബ്ജക്റ്റുകൾക്ക് നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ സബ്ജക്റ്റുകൾക്കൊക്കെ എന്താ പറയുന്നത്, ഇത് തന്നെയാണ് ജനറൽ പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. ഇനി അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ UPക്ക് പഠിച്ച പോലെ എല്ലാം കൂടെ തല്ലി അലച്ച് പഠിക്കേണ്ട, എങ്കിലും കുറച്ച് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കോൺസ്റ്റിറ്റ്യൂഷനും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇപ്പൊ ഇവിടെ ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയർ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ജനറൽ നോളജിൽ നമുക്ക് എന്തും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ അത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും കാര്യം ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പറയുമ്പോൾ മൈക്ക് ഓൺ ആക്കി നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഇനി ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എഴുതുന്നത് HST ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയത്തിലേക്കാണെങ്കിൽ പോലും ജനറൽ പാർട്ട് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. ക്ലിയർ ആണോ? നിങ്ങളൊന്ന് മൈക്ക് ഓൺ ആക്കി സംസാരിക്കണേ.
മെസ്സേജ് അയക്കരുത്. മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് സ്ക്രീൻ കാണില്ല കേട്ടോ. നിങ്ങൾ മൈക്ക് ഓൺ ആക്കി തന്നെ ഫ്രീ ആയിട്ട് സംസാരിച്ചോളൂ. നിങ്ങളുടെ ഡൗട്ട് തീർക്കാനാണ് നമ്മൾ ഇന്ന് സെഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണ് മാം. ഓക്കെ, പാർട്ട് എയുടെ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി പാർട്ട് ബിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയാണ് പഠിക്കാനുള്ളത്. ഇതിലെ ഏറ്റവും ഇതിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് 40 മാർക്കിന്, കെമിസ്ട്രി 40 മാർക്കിന്, രണ്ടും മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതും മലയാളത്തിൽ തന്നെയാണ്. മലയാളമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട. കുറെ പേര് കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു +1 +2 ഒക്കെ മലയാളത്തിലാണ് അല്ല ഇംഗ്ലീഷിലാണ് പഠിച്ചത്, അതുകൊണ്ട് ഇനി കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ മലയാളത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് HSAക്ക് ട്രൈ ചെയ്യാൻ ഒരു മടിയാണെന്ന്. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് മലയാളം ആണെങ്കിലും ഈ തർജിമ എന്ന് പറയുന്ന പക്ക മലയാളമായിട്ടല്ല, ഇംഗ്ലീഷിലുള്ള ടേമുകൾ മലയാളത്തിലേക്ക് ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള 40 മാർക്ക്, ഇപ്പൊ ഫിസിക്സുകാര് 40 മാർക്ക്, കെമിസ്ട്രി 40. നമ്മൾ എപ്പോഴും ഓർക്കുക, ഈ സിലബസ് ഞങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓൾറെഡി ഇട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കുക. നമുക്കിപ്പോൾ മൊഡ്യൂൾ 1 എടുക്കുവാണെങ്കിൽ, ഫിസിക്സിന്റെ എടുക്കുവാണെങ്കിൽ മൊഡ്യൂൾ 1 നിങ്ങൾ നോക്കുക. കൂടുതലും +1 +2 ടോപ്പിക്കുകൾ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതായത് +1 കുറെ കണ്ടന്റുകൾ മൊഡ്യൂൾ 1 പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് +1 NCERT ടെക്സ്റ്റ് ബുക്ക് ആണ് മൊഡ്യൂൾ 1 അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ഇതിലേക്ക് പോകാൻ, ഇപ്പൊ നമുക്ക് അറിയാം ഈ ഇലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ഒക്കെ +1 NCERTയിലെ കണ്ടന്റുകളാണ്. ഇനി മൊഡ്യൂൾ 2ലേക്ക് പോകുമ്പോൾ എന്താ, +2 NCERT ഇലക്ട്രോസ്റ്റാറ്റിക്സ് മുതൽ +2 NCERT സെമി കണ്ടക്ടർ ഫിസിക്സ്, ഡയോഡ്, ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയർ. അപ്പൊ ഇതൊക്കെ കുറച്ചൊരു ഡിഗ്രി ലെവലിലും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയോഡും ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയർ, ഓസിലേറ്റേഴ്സ്, ലോജിക് ഒക്കെ കുറച്ചും കൂടെ ഡിഗ്രി ലെവലിലും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി മൊഡ്യൂൾ 3 വരുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ മൊഡ്യൂൾ 3 നിങ്ങൾക്ക് ലൈറ്റിന്റെ ഇത് കാണാലോ, അല്ലേ? മൊഡ്യൂൾ 3 വരുമ്പോൾ ഒരു ചെറിയൊരു അപകടം കിടക്കുന്നത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ ലൈറ്റിന്റെ കുറച്ച് ഫിനോമിനാസ് ആണ് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇവിടെ നമുക്ക് മലയാളത്തിലുള്ള ടേമുകൾ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പൊ പ്രതിഫലനം അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ ടേമുകൾ ഇതിന്റെ മലയാളം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയണം. അതായത് അതിനുവേണ്ടി 8 മുതലുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ വായിച്ച് ലൈറ്റ്, സൗണ്ട് തുടങ്ങിയ ടോപ്പിക്കുകൾ, സൗണ്ടിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് ലൈറ്റിലെ ടേമുകൾ. അതുകൊണ്ട് അത് നിങ്ങൾ SCERT 8 തൊട്ടുള്ള ലൈറ്റിന്റെ വരുന്ന ഭാഗങ്ങൾ മാത്രം വായിച്ച് മലയാളത്തിൽ ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം വേണം ഈ മൊഡ്യൂൾ 3 നിങ്ങൾ ഡിഗ്രി ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ലേസർ, ഒപ്റ്റിക്സ് ഒക്കെ നമുക്ക് ഡിഗ്രിയിലാണ് കൂടുതൽ വരുന്നത്. സ്പെക്ട്രോസ്കോപ്പി അതെ, ഒരു ഡിഗ്രിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ബേസിക് ഐഡിയ സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിലും നമ്മൾ അത്യാവശ്യം അതിനകത്ത് ഒരു ഡിഗ്രി ലെവൽ വരെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, അതും നമ്മുടെ NCERTയിലെ കണ്ടന്റുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഗ്രി ലെവൽ ടോപ്പിക് ആണ്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ബോർ ആറ്റം മോഡൽ, വെക്ടർ ആറ്റം മോഡൽ, ഹൈഡ്രജൻ സ്പെക്ട്ര, ഇതൊക്കെ ആക്ച്വലി നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസ് തന്നെയാണ്. ഈ ബോർ ആറ്റം മോഡൽ, വെക്ടർ ആറ്റം മോഡൽ ഒക്കെ കിടക്കുന്നത്. പിന്നെ നമുക്ക് ന്യൂക്ലിയർ ഫിസിക്സിന്റെ കുറച്ച് ഏരിയാസ് ഉണ്ട്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ സിലബസിൽ മെൻഷൻ, മൊഡ്യൂൾ 5ന്റെ പകുതി വരെ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. പിന്നെ കണ്ടോ, ഇതിന് വരുന്ന എനർജി ലെവൽസ് ഇൻ മോളിക്യൂൾസ്, ബോൺ ഒപ്പൻഹൈമർ അപ്രോക്സിമേഷൻ ഒക്കെ പറയുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി. അത് ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ. ഇപ്പം മുകളിൽ കണ്ടോ, ഈ സിലബസ് ഒന്ന് ചെതറിയാ കിടക്കുന്നത്. മുകളിൽ ബേസിക്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ താഴെ സ്പെക്ട്രോസ്കോപ്പിയുടെ എന്തൊക്കെ ടോപ്പിക്കുകൾ വേണം എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡീറ്റെയിലിംഗിൽ എന്തുണ്ട്, ഡിഗ്രി ലെവലിലുള്ള കണ്ടന്റ് നമ്മൾ ക്ലിയർ ചെയ്യണം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് സിലബസ് വൈസ് ഫിസിക്സിന്റെ കാര്യങ്ങൾ ഞങ്ങളോട് പറയാനുള്ളത്. കെമിസ്ട്രിയുടെ കാര്യങ്ങൾ ദിവ്യ മിസ് പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എക്സാം ഇപ്പൊ ഞാൻ പറഞ്ഞു 20 മാർക്ക് ഇംഗ്ലീഷിലും ബാക്കിയുള്ള 40 80 മാർക്ക് മലയാളത്തിലായിരിക്കും. 1.5 മണിക്കൂർ വരുന്ന എക്സാം ആയിരിക്കും. 100 മാർക്കിനായിരിക്കും. ഓരോ മാർക്കിനും ഓരോ മാർക്ക്, അതേപോലെ ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക്. ഒരു നെഗറ്റീവ് മാർക്കിന് 0.3, ഒരു തെറ്റ് ആൻസറിന് 0.3 നെഗറ്റീവ് മാർക്കിങ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് നമ്മുടെ PSC എക്സാമിനെ കുറിച്ച് പറയാൻ. പിന്നെ പ്രിപ്പറേഷന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഓർത്തിട്ട് നന്നായിട്ട് SCERT മുതൽ +1 +2 ഡിഗ്രി കണ്ടന്റുകൾ പഠിച്ചിരിക്കുക. പിന്നെ നമ്മളൊരു കണ്ടന്റ് പഠിച്ച് മാറ്റി മാറ്റി വെച്ചാൽ പോരാ, പഠിക്കുന്നത് റിവൈസ് ചെയ്ത് നല്ല രീതിയിലേക്ക് റിവൈസ് ചെയ്ത് തന്നെ ഓരോ കാര്യം. ഇപ്പൊ മൺഡേ ടു നിങ്ങൾ ഒരു വീക്കിൽ മൺഡേ തൊട്ടിട്ട് സൺഡേ വരെ പുതിയ പുതിയ ടോപ്പിക്കുകൾ പഠിക്കാതെ മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ പുതിയ ടോപ്പിക്കുകൾ പഠിക്കുക. സാറ്റർഡേ സൺഡേ ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പൊ
പൊതുവെ എല്ലാവർക്കും മടിയാണ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മടിക്കുന്നവർക്ക് PSC എക്സാം എന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ സബ്ജക്ട് പഠിക്കുമ്പോൾ നമുക്ക് ചെറിയ ഇൻട്രസ്റ്റ് വരും, കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പോകാനൊക്കെ. അപ്പൊ ഫിസിക്സിലൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ നമ്മുടെ ഡെമോ സെഷനിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അതിൽ ക്വസ്റ്റ്യൻസ് കണ്ടില്ല? ആ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെയൊക്കെ കണ്ടന്റുകളാണ് അവർ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത്, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രോബ്ലംസ് അല്ല. നമ്മൾ ഫിസിക്കലി മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുന്ന പ്രോബ്ലങ്ങളുടെ എണ്ണം വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ. ഇനി വരുന്ന എക്സാമിന് അങ്ങനെ വന്നുകൂടായികയില്ല, പക്ഷേങ്കിലും അതിന് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. കാരണം ഇത് PSC എക്സാം ആണ്, നമുക്ക് 100 മാർക്ക് നമ്മൾ കഴിഞ്ഞൊടിക്കുന്ന സമയം കൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ കൂടുതലും ഇപ്പോഴത്തെ എക്സാമുകൾക്കൊക്കെ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? കണ്ടന്റുകൾ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെ കണ്ടന്റുകൾ നല്ലപോലെ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ ഒരു ഹോളോ സ്ഫിയറിന്റെ കേസും അല്ലെങ്കിൽ ഒരു സോളിഡ് സ്ഫിയറിന്റെ കേസും ഒക്കെ എന്താ സംഭവിക്കുന്നത്, ഉള്ളിൽ എങ്ങനെയാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം. എങ്കിലേ നമുക്ക് ഓരോ ഓപ്ഷനും സോൾവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മൈക്ക് ഓൺ ആക്കി സംസാരിക്കുക കേട്ടോ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വയറീസിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ദിവ്യ മിസ് പ്രസന്റ് ചെയ്യും. ദിവ്യ മിസ് ഓൺലൈനിലില്ലേ? മാം നമ്മൾ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും മലയാളത്തിലുള്ള ടെക്സ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കണോ? ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. കാരണം നിങ്ങൾക്ക് അതിൽ നോക്കി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിലും കണ്ടന്റ് ജസ്റ്റ് നോക്കി മനസ്സിലാക്കിയിട്ട് മലയാളത്തിൽ ഒന്ന് കണ്ണോടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ മലയാളം വായിച്ചിരുന്ന് സമയം കളയരുത് കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ കണ്ടന്റ് പഠിക്കാനും ടൈം കൺസ്യൂമിങ് ആയിരിക്കും. കുറച്ചും കൂടെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുക. ഒരു പാരഗ്രാഫ് എടുത്തിട്ട് ഇംഗ്ലീഷിൽ അത് നന്നായിട്ട് നോക്കി അതിന്റെ ആശയങ്ങളൊക്കെ പഠിച്ചിട്ട് മലയാളം ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. അപ്പൊ ആ ഓടിച്ചു വിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ മലയാളം ടേമുകൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ നോട്ടിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. അങ്ങനെ മാത്രം NCERT മലയാളം ടെക്സ്റ്റ് ബുക്ക് ഫിസിക്സിന്റെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ ഡീൽ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ മാം. നമ്മളിവിടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷിലുള്ള NCERTയുടേതും മലയാളത്തിലുള്ളതും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് അവർ ഇംഗ്ലീഷിലും വായിക്കും മലയാളത്തിലും വായിക്കും. അപ്പൊ അങ്ങനെ വായിച്ചു പോകുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞാലും +1 +2 മിക്കവാറും എല്ലാവരും ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചു പോയിട്ടുണ്ടാവുക അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ പഠിക്കാനായിരിക്കും എളുപ്പം. പിന്നെ ക്വസ്റ്റ്യൻസും നിങ്ങൾ നമ്മൾ കണ്ടതാണ് കുറെ ക്വസ്റ്റ്യൻ അല്ലെ? അതിൽ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. ഒത്തിരി മലയാളീകരിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇംഗ്ലീഷിലുള്ളത് മലയാളം ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്, ഇക്യു പൊട്ടൻഷ്യൽ പ്രതലം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. ഓക്കെ ജനറൽ PSCയുടെ കാര്യങ്ങൾ ദിവ്യ മിസ് ഷെയർ ചെയ്യൂ കേട്ടോ. മാം ഈ ഫിസിക്സിൽ ഈ 3 മൊഡ്യൂളായിട്ടല്ലേ കൊടുത്തേക്കുന്നത്? അപ്പോ ആ ഒരു ലെവലുള്ള ടോപ്പിക്സ് ഫിസിക്സിൽ 5 മൊഡ്യൂളാണ് വരുന്നത് കേട്ടോ. 5 മൊഡ്യൂളിന്റെ 5 മോഡ്യൂൾസ് ആണ്. 5 മൊഡ്യൂൾ ഞാൻ കാണിച്ചില്ലേ, കണ്ടോ? 1, 2, 3, 4 മാം പക്ഷെ മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5 ഒക്കെ കെമിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്സും കൂടെ അല്ലേ മാം? അങ്ങനെയുണ്ട്. നമുക്ക് കെമിസ്ട്രിയിലും ഫിസിക്സിലും കയറി വരുന്നുണ്ട്. എന്നാലും മൊഡ്യൂൾ 5ന്റെ ഈ ക്വാണ്ടം സ്പെക്ട്രോസ്കോപ്പിയുടെ ടോപ്പിക് വരെ നമുക്ക് ഫിസിക്സിൽ തന്നെ ഡീൽ ചെയ്ത് പോകാം. ഓക്കെ 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 മാം നമുക്ക് ഈ എല്ലാ ടോപ്പിക്സും നമ്മുടെ ക്ലാസ്സുകളിൽ കവർ ചെയ്ത് തരത്തില്ലേ? എല്ലാ ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും അല്ലെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ സിലബസ് ഗ്രൂപ്പിൽ ഇട്ട് തരും. ആദ്യം പോയിട്ട് അതൊരു പ്രിന്റ് എടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന വേർഡ് ബൈ വേർഡ് ടിക്ക് ചെയ്ത് പോവുക. അങ്ങനെ ആ സിലബസ് മൊത്തം നിങ്ങൾ കവർ ചെയ്ത്, ഇവിടെ അങ്ങനെ തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. പിന്നെ എടുക്കുന്നത് ചിലപ്പോൾ സിലബസിന്റെ അതേ ഓർഡറിലായിരിക്കില്ല. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബേസിക്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി ഒരു മൂല കിടക്കുന്നു, സ്പെക്ട്രോസ്കോപ്പിയിലെ ബാക്കി കണ്ടിട്ട് അവർ സിലബസിൽ വേറെ സ്ഥലത്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ അത് കണക്ട് ചെയ്ത് എടുക്കും. അപ്പൊ ചിലപ്പോൾ ഒരേപോലെ സിലബസിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ബൈ വേർഡ് ഇങ്ങനെ കവർ ചെയ്തായിരിക്കില്ല പോകുന്നത്. പക്ഷെ ഓവറോൾ നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? മിസ്, ഈ NCERTയിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഇല്ലേ, അത് ചെയ്ത് നോക്കണോ നമ്മള് ഫിസിക്സിന്റെ കേസിലൊക്കെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ NCERTയിൽ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാ ABCD അങ്ങനെ 4 പാർട്ടായിട്ടൊക്കെ കിടക്കും അല്ലെ? അപ്പൊ അതിലൊക്കെ ചിലപ്പോൾ ചില അങ്ങനത്തെ ഒക്കെ നമ്മൾ നോക്കുന്നത് നല്ലതാണ്. കാരണം അതിനകത്ത് 4ഉം ചോദിക്കണമെന്നില്ല, അതിൽ ഒരെണ്ണമൊക്കെ ചിലപ്പോൾ ഇവർ പിക്ക് ചെയ്യും. മനസ്സിലായോ? പക്ഷെ ഭയങ്കര മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ ആണോ?
ഇപ്പം ഇപ്പൊ ഒരു ക്വസ്റ്റിന് 2-3 സബ് പാർട്ടുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചു വിട്ട് നോക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ എക്സാമിന് തോന്നിയ പാറ്റേണിലുള്ള ക്വസ്റ്റിനുകൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഹയർ ലെവലിൽ പ്രിപ്പയർ ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടമൊന്നും വരില്ല. നമുക്കത് എക്സാം ഏത് രീതിയിൽ വന്നാലും എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ സഹായിക്കത്തേ ഉള്ളൂ. പക്ഷെങ്കിലും ചില NCERT-യിൽ ഇപ്പൊ നമ്മുടെ പ്രോബ്ലം സെഷൻ ഒക്കെ വരുമ്പോൾ ഹയർ ലെവൽ ചോദ്യം അതൊന്നും നമ്മുടെ PSC-ക്ക് വരില്ല. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കൂടെ കുറെ പ്രോബ്ലംസ് ഇല്ലേ, അപ്പൊ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ എക്സസൈസ് 3.1 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രോബ്ലംസ് ഇടുന്നൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ് കേട്ടോ. അതിൽ നിന്നൊക്കെ PSC-ക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ പോലെ വരാറുമുണ്ട്. എന്താണ് ഒരു കൺഫ്യൂഷൻ ആരോ എനിക്ക് എംഎഡ് ആണ് കേട്ടറ്റ് ക്വാളിഫൈഡ് അല്ല, ഞാൻ ഇന്നെലിജിബിൾ ആണ്. അതെന്താണെന്നറിയോ, ഇപ്പൊ നിങ്ങൾ ഒരു 2 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം മുമ്പത്തെ പല എക്സാമുകൾക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്ത് ജനുവരി 29 വരെ അപ്ലൈ ചെയ്യാൻ ടൈം ഉണ്ട്. ഇപ്പൊ 2-3 ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നോർമലി ഇത് സൈറ്റിൽ റെഡി ആയിക്കോളും. അത് കഴിഞ്ഞിട്ടും ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ PSC-നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമായിട്ട് വരില്ല, കാരണം നമ്മുടെ നോട്ടിഫിക്കേഷനിലൊക്കെ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ 2-3 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് സൈറ്റിൽ കറക്റ്റ് ഇച്ചിരി കുറച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. ചില എക്സാമുകൾ വിളിക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട്. അതൊന്ന് 2-3 ദിവസം കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ടെൻഷൻ ആവണ്ട, ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നോക്കുക, ശരിയായില്ലെങ്കിൽ PSC-യിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി എന്തെങ്കിലും ഉണ്ടോ സംശയം? മാം എക്സാംസ് കണ്ടക്ട് ചെയ്യോ എക്സാം എല്ലാ വീക്കിലിയോ? വീക്കിലി എക്സാമുകൾ ഉണ്ട്. അതായത് മൺഡേ ടു ഫ്രൈഡേ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ മൺഡേ ടു തേഴ്സ്ഡേ നമുക്ക് ഫിസിക്സും കെമിസ്ട്രി ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ക്ലാസ്സുകൾ. ഫ്രൈഡേ ജനറൽ പേപ്പറിന്റെ അന്ന് നമ്മുടെ PSC മോഡൽ ജനറൽ പേപ്പറിന്റെ കണ്ടന്റും BEdന്റെ കണ്ടന്റും ഉണ്ടാവും. അന്ന് 2 വീഡിയോസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മളെ സാറ്റർഡേ സൺഡേ നിങ്ങൾ ഈ വീക്കിൽ പഠിപ്പിച്ച എല്ലാ കാര്യവും റിവൈസ് ചെയ്തിട്ട് മൺഡേ നമുക്ക് എല്ലാ വീക്കും എക്സാം ഉണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീക്കിൽ പഠിപ്പിച്ച കണ്ടന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സാം. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പൊ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൺഡേ ഞാനിപ്പോൾ ഫിസിക്സിൽ ഒരു ടോപ്പിക് എടുത്തു. നിങ്ങൾ ക്ലാസ് കേട്ട് നോട്ട് എഴുതി വെച്ചിട്ട് പോയി കിടക്കുകയല്ല ചെയ്യേണ്ടത്. ആ ടോപ്പിക് എടുത്തു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ എന്തെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ജസ്റ്റ് നെറ്റിൽ ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് പഠിപ്പിച്ചെങ്കിൽ നെറ്റിൽ വെറുതെ MCQ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഒന്ന് അടിച്ചു നോക്കുക. കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാവും, പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് വായിക്കുക, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഫാക്കൽറ്റീസിന് അതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ അപ്പം തന്നെ മിക്കവാറും എല്ലാ ഫാക്കൽറ്റീസും മിക്ക സമയത്തും ഓൺലൈനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് അപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, വീക്കിലി എക്സാം ഉണ്ടാവും. പിന്നെ നമ്മളൊരു ഇതിനെ മൊത്തത്തിൽ ഒരു 4 ടേം ആയിട്ടാണ് നമ്മൾ സിലബസ് ഇവിടെ ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ടേം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ PSC മോഡൽ 100 മാർക്കിന്റെ എക്സാം, അതായത് എങ്ങനെയാണോ ശരിക്കും PSC നടക്കുന്നത് അതുവരെ പഠിപ്പിച്ച കണ്ടന്റിൽ 40 ഫിസിക്സ് 40 കെമിസ്ട്രി 20 ജനറൽ വെച്ചിട്ട് ഒരു PSC മോഡൽ എക്സാം ടേം വൈസ് ആയിട്ടും നടത്തും. അങ്ങനെയാണ് ഇതുവരെ. ഇപ്പൊ നമുക്ക് ഓൾറെഡി ബാച്ചുകളുണ്ട്, ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയ ബാച്ചുകളുണ്ട്. ഓക്കെ മാം, ഓരോ ഡേയും നമുക്ക് ഈ 3 പേപ്പറിന്റെയും ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലേ? ഓരോ ഡേയും 3 പേപ്പറിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ഒരു ദിവസം ഒരു പേപ്പറിന്റെ ഫിസിക്സിന്റെ ഒരു ദിവസം, മൺഡേ കെമിസ്ട്രി ആണെങ്കിൽ ട്യൂസ്ഡേ ഫിസിക്സ്, അങ്ങനെ. ഓക്കെ മാം, ഓക്കെ. നിങ്ങൾക്ക് ഓവർലോഡ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തീരാതിരിക്കുമോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കറക്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ പോവും, സിലബസുകളും കവർ ചെയ്ത് തരും, നല്ലൊരു റിവിഷൻ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഞാൻ ചോദിച്ചാ മാം, എനിക്കും ഒത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട് പഠിത്തത്തിലേ. അപ്പൊ ഒത്തിരി ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എനിക്കും ഫോളോ ചെയ്ത് വരാൻ, നമ്മുടെ ഡെമോ ക്ലാസ് കേട്ടിട്ടാണെങ്കിൽ ഫോളോ ചെയ്ത് വരാൻ ഇത്തിരി ടൈം എടുക്കുന്നുണ്ട്. കുറേ ആയിട്ട് ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോഴാണ് എനിക്കും ഓക്കെ ആയി വരുന്നത്. അപ്പൊ അതാ ഞാൻ ചോദിച്ചേ, ഒരു ദിവസം നമുക്ക് 3 ക്ലാസ് വെച്ചാണെങ്കിൽ എനിക്കത് ഭയങ്കര ഒത്തിരി ടൈം എടുക്കും അത് റെഡിയായി വരാൻ. ഒരു ദിവസം 3. അപ്പൊ ഒരു പ്രശ്നമുണ്ട്, ഡെമോ എന്ന് പറയുമ്പോൾ നമ്മൾ റാൻഡം ആയിട്ട് ഒരു ടോപ്പിക് എടുക്കുക അല്ലെ, ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ ഗോസ്ലോ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 8ാം ക്ലാസ് തൊട്ടുള്ള SCERT സിലബസ്, പിന്നെ +1 +2 കണ്ടന്റുകൾ, ഡിഗ്രി ആ ലെവലിലാണ് എല്ലാ ടോപ്പിക്കും എടുത്തു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബേസ് കിട്ടി തന്നെ നിങ്ങൾ പഠിക്കുള്ളൂ കേട്ടോ. ഓക്കെ മാം, ഓക്കെ. ഇനി സംശയം ഉണ്ടോ? ടൈം ടേബിൾ ബേസ് ചെയ്താണ് ക്ലാസ് എടുക്കണേ? ടൈം ടേബിൾ എന്ന് വെച്ചാൽ മൺഡേ ഫിസിക്സ് ആ ഒരു ടൈം ടേബിളിൽ മൺഡേ ടു തേഴ്സ്ഡേ ഫിസിക്സ് കെമിസ്ട്രി ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും, ഫ്രൈഡേ ജനറൽ പേപ്പർ. മാം എത്ര കാലം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരും എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടോ? ഒരു 4-5 മാസം കൊണ്ട് നമ്മൾ കവർ ചെയ്യും കേട്ടോ. ഒരു ദിവസം അപ്പൊ എത്ര ക്ലാസ്? ലൈവ് സെക്ഷൻ അല്ലേ? ലൈവ് അല്ല, റെക്കോർഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്.
അത് നിങ്ങൾ ഡെമോ കണ്ടില്ലേ, ഡെമോ കണ്ടതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും കണ്ടന്റ് ആയിട്ട് തരിക. അപ്പൊ അത് നിങ്ങളിപ്പോ അരമണിക്കൂറിന്റെ റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് പോലെയല്ല. ലൈവിൽ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ടൈം പോകും അല്ലെ. പക്ഷെ അരമണിക്കൂറിന്റെ റെക്കോർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കണ്ടന്റുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ഇങ്ങനെ ഓൾട്ടർനേറ്റ് ദിവസങ്ങളിൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. എന്നിട്ട് പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകൾ നമ്മൾ വെക്കും. അത് ലൈവ് ആയിരിക്കും. ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെഷനുകൾ വെക്കും. അത് പബ്ലിക് ഹോളിഡേയ്സിലോ സൺഡേയ്സിലോ ഒക്കെ ആയിട്ടായിരിക്കും നടത്തുന്നത്. അത് ലൈവ് സെഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്ത് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ പറ്റും. നമുക്കിപ്പം അപ്പോ ഇന്ററാക്ഷൻ സെക്ഷൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഉണ്ടാവുക ഇന്ററാക്ഷൻ സെക്ഷൻ വരിക. അതെ, നമ്മളത് ഡേറ്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു 90% പേർക്കും കൺവീനിയന്റ് ആവുന്ന സമയത്തേ വെക്കുള്ളൂ കേട്ടോ. ഈ ക്ലാസിന്റെ കൂടെ SCERT ടെക്സ്റ്റ് പഠിക്കാൻ പറയാ, അങ്ങനെ വായിക്കാൻ പറയാ, അതും കൂടി നമുക്കൊരു പഠനത്തിനൊരു ചിട്ട ടെക്സ്റ്റ് ബുക്കോ അതുപോലെ NCERT ചാപ്റ്റേഴ്സും കൂടി നമ്മൾ ക്ലാസ് നമ്മൾ SCERTയിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ടും തരും. അതിന്റെ കൂടെ നിങ്ങൾ ചുമ്മാ ഒന്ന് വായിച്ചു പോയാൽ മതി. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിലെ സ്ഥിതവൈദ്യുതി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് നിങ്ങൾക്ക്. അല്ലാതെ നിങ്ങളോട് അത് വെറുതെ പോയി വായിക്കും നമ്മൾ പറഞ്ഞു വിടില്ല. 8ലെ SCERTനെ കുറിച്ച് നമ്മൾ ഇപ്പൊ സ്ഥിതവൈദ്യുതിയെ ഞാൻ എടുക്കുന്നെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും. അതിലെ കണ്ടന്റ്, ആ ഒരു ചാപ്റ്ററിലെ കണ്ടന്റുകളൊക്കെ പറയുന്നത്. ഇനി അതിനുശേഷം 9ല് അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ 8ലെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന അന്ന് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇയർ ഗ്യാപ്പ് ഉള്ളവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ സെറ്റിന്റെ എക്സാം ഒക്കെ നമ്മളിവിടെ എക്സാം നടത്തുന്നത് അതൊക്കെ 17-18 കൊല്ലം ഗ്യാപ്പ് ഉള്ളവരൊക്കെ എഴുതാൻ വരുന്നത്. അപ്പൊ നമുക്കറിയാം ബേസ് ഇല്ലാത്തതിന്റെ ഡിഫിക്കൽട്ടി. അതുകൊണ്ട് തന്നെയാണ് SCERT തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. SCERT തൊട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് തന്നെ വീഡിയോ ക്ലാസ് ആയിട്ട് തന്നെ എടുത്ത് നിങ്ങൾക്ക് തരും. ഓക്കെ. അതാത് ദിവസം പഠിപ്പിക്കുന്ന കണ്ടന്റ് SCERTയിൽ ഉണ്ടെങ്കിൽ അതിന്റെ PDF നിങ്ങൾക്ക് ഇട്ട് തരും. NCERTയുടെ PDF ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരും. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ അതാത് ദിവസം എടുക്കുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ തരും കേട്ടോ. ഒരു ദിവസം ഒരു സബ്ജക്റ്റിന്റെ അരമണിക്കൂർ ക്ലാസ് ഉണ്ടാവുക. അരമണിക്കൂറോ ചിലപ്പോൾ 2 വീഡിയോസ് ഒക്കെ നമുക്ക് കണ്ടന്റിന്റെ. ഇപ്പൊ ഒരു കട്ടിയുള്ള കണ്ടന്റ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കൺസ്യൂമിംഗ് ആണെങ്കിൽ അന്ന് ചിലപ്പോൾ അരമണിക്കൂറിന്റെ ഒരു വീഡിയോ. ഇനി അങ്ങനെയല്ല എളുപ്പമുള്ള കണ്ടന്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2 വീഡിയോ വരെയൊക്കെ. ഇപ്പൊ എന്തായാലും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ കണ്ടന്റിന്റെ ഒരു ടഫ്നെസ് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ 2 വീഡിയോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അത് പ്രശ്നമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു ദിവസം ഒരു സബ്ജക്റ്റേ നമ്മൾ ഡീൽ ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? എങ്കിൽ ഞാൻ ദിവ്യ മിസ്സിനെ വിളിക്കാം. മിസ് PSCയുടെ കുറച്ച് നിങ്ങൾ ജനറൽ ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ഡൗട്ട് മിസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒരു ഇന്ററാക്ഷൻ വെക്കാം. അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ. മിസ്സേ ഹലോ. ഹലോ, കേൾക്കാം മിസ്സേ. ഓക്കെ മിസ്സേ, ഓക്കെ. ഹലോ, എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് മാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസിൽ തന്നെ കെമിസ്ട്രിയും പഠിക്കണം. ഈ കെമിസ്ട്രിയുടെ സിലബസ് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മിസ്സേ ആ സിലബസ് ഒന്ന് സ്ക്രോൾ ചെയ്യാവും മിസ്സേ, കെമിസ്ട്രിയുടെ പാർട്ട്. ഒരു സെക്കൻഡ്, സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. അവിടെയും ഈ പറഞ്ഞ പോലെ ഡിഗ്രി ലെവലിന്റെ കുറച്ചുണ്ട്. അതങ്ങ് ഒത്തിരി ഡെപ്തിലൊന്നുമില്ല, കുറച്ച് ഡിഗ്രി ലെവല്. പിന്നെ നമ്മുടെ NCERT, SCERT ഇത്രയും കണ്ടന്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ SCERT തൊട്ടാണ് തുടങ്ങുന്നത്. ഇപ്പം മൊഡ്യൂൾ 5 ഐഗൺ വാല്യൂ, ഐഗൺ ഫംഗ്ഷൻസ് ഒക്കെ ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി മിക്സ് ചെയ്ത ടോപ്പിക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ ഫിസിക്സിലായിരിക്കും എടുക്കുന്നത്. പ്ലസ് ഫിസിക്സ് വരാത്തത് നമ്മൾ കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യും. അപ്പൊ അതൊക്കെ പക്ക ഡിഗ്രി ലെവൽ ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ഡെപ്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വന്നിട്ട് മൊഡ്യൂൾ 6 ആറ്റം മോഡൽ, അത് നമുക്ക് SCERT തൊട്ട് തുടങ്ങേണ്ടതാണ്. അവിടെ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരും. ബേസിക് ആയിട്ടുള്ള രസതന്ത്രത്തിന്റെ ബേസിക് തൊട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് SCERTയുടെ ആവശ്യമുണ്ട്, NCERTയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡിഗ്രി ടോപ്പിക്ക്. SCERTയും NCERTയേക്കാൾ ഉപരി പിന്നൊരു റെഫറൻസിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾ റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് കണ്ണടച്ച് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കാരണം റാങ്ക് ഫയൽ എന്താ അറിയാലോ, റാങ്ക് ഫയലിന്റെ കാലമൊക്കെ PSCയുടെ കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവലിലെയും LDCയുടെ ഒക്കെ ചോദ്യപേപ്പർ എടുത്ത് നോക്കുക. സയൻസിന്റെ ക്വസ്റ്റ്യൻസ് എവിടുന്നാ വരുന്നത്? NCERTയുടെ ബോക്സുകളിൽ നിന്നും SCERTയുടെ ബോക്സുകളിൽ നിന്നും ഒക്കെയാണ്.
ഇപ്പോഴും ഓർമ്മയുണ്ട്, വാൻഡർവാൾസ് കോൺസ്റ്റന്റ് വരെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ഒരു റാങ്ക് ഫയലിലൊന്നും കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് റാങ്ക് ഫയൽ അപ്ഡേറ്റഡ് ആയിട്ട് വരുമ്പോൾ ആ ഒരു വേർഷൻ ഒക്കെ കാണാം. ഇപ്പൊ വരുന്ന എല്ലാ ബ്രില്യൻസിന്റെ ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടാവും 1-to-1 ആൻസേഴ്സ് ആണ്. അത് നമുക്കൊരു ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള, ഇപ്പം അതിനകത്ത് ഈ 100 മാർക്കിന്റെ ചോദ്യം വരുമ്പോൾ ഒരു ചോദ്യം ചിലപ്പോൾ ജിപ്സത്തിന്റെ ഫോമിൽ ചോദിക്കുമായിരിക്കാം, അതൊന്നായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവയർനെസ്സിന് വേണ്ടി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സബ്ജക്ട് പഠിച്ചിട്ട്, അതായത് നമുക്ക് ആ തിയറി നല്ല സ്ട്രോങ് ബേസിക് ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെ നമുക്കൊരു എന്താ പറയുന്നത്, നമ്മുടെ സമയം പോകാനായിട്ട് നമ്മൾ വായിക്കുമല്ലോ, ആ ഒരു രീതിയിൽ ജസ്റ്റ് വായിച്ചു പോകാനാണ് റാങ്ക് ഫയൽ ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഉള്ളത്. ഇനി നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വറീസിന് ഞാൻ സജഷൻ പറയാം, മീൻസ് ഉത്തരങ്ങൾ പറയാം. അതിൽ ആദ്യമേ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്റഗ്രേഷനെ കുറിച്ചുള്ള ഒരു ഡൗട്ടാണ്. ഇന്റഗ്രേഷൻ എന്തായാലും നടക്കും, പക്ഷെ അതൊരിക്കലും ഈ വരുന്ന വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷമോ ഒന്നും നടക്കില്ല. ഇപ്പോ ഒരു റിപ്പോർട്ട് ശുപാർശ മാത്രമേ ഉള്ളൂ ഇന്റഗ്രേഷന്റെ. ആ ശുപാർശ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിക്കണം, മന്ത്രിസഭയിലേക്ക് പോകണം, അതുപോലെ തന്നെ ഫിനാൻസിലേക്ക് പോയിട്ട് അതിന്റെ സാങ്ഷൻ കിട്ടണം, അതിന് മുമ്പായിട്ട് ഒരു നിയമസഭാ കമ്മിറ്റി രൂപീകരിക്കണം. അങ്ങനെ കുറെ ചടങ്ങുകളുണ്ട്. അപ്പൊ അതിനിപ്പോ ഒരു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്, അങ്ങനെ ഒരു റിപ്പോർട്ട് മാത്രമാണ്. അത് ഒരു പക്കാ ഒരു എന്താ പറയുന്ന ഒരു ഓർഡർ ആയിട്ട് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു HSAയുടെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ 31-ാം തീയതി ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോ ചിലർ പറയുന്നുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ചില ഇടത്തേ ഉള്ളൂ, പരീക്ഷയൊന്നും നടത്തത്തില്ല, നീണ്ടുപോകുന്നു. പക്ഷെ അവിടെയും PSC വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. പരീക്ഷ നടക്കാൻ സാധ്യതയുള്ള ഡേറ്റ് വരെ അവർ കൃത്യമായിട്ട് ഓഗസ്റ്റ്, ഒക്ടോബർ ആ ഒരു റേഞ്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും പരീക്ഷ നടക്കും എന്നുള്ളത് നമുക്ക് വ്യക്തത വന്നു. ഇനി ഇന്റഗ്രേഷൻ നടക്കില്ല എന്നല്ല, ഉടനെ നടക്കത്തില്ല. എന്തായാലും കുറെ പ്രൊസീജിയർ ഉണ്ട് ഇതിന്റെ ഭാഗത്ത് നിന്ന്, അതുകൊണ്ട് ഉടനെ നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന്. അവിടെയും കറന്റ്ലി MSCയുടെ ആവശ്യമില്ല. പക്ഷെ ഇന്റഗ്രേഷൻ ഒക്കെ നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു റീഅറേഞ്ച്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ പല കാര്യങ്ങളും മാറും. 1, ക്വാളിഫിക്കേഷൻ മാറും. 2, ക്വാളിഫയിങ് എക്സാമിനേഷന്റെ സ്റ്റാറ്റസ് മാറും. ഇനിയുള്ള ഒരു കേട്ടറ്റ് അല്ലെങ്കിൽ സെറ്റ് ഒന്നും ആയിരിക്കില്ല HSSTയുടെയും HSAയുടെയും ഒക്കെ ക്വാളിഫയിങ് പരീക്ഷ. രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് രീതിയിലോ സിലബസ് ഒക്കെ മാറി, കേറ്ററ്റിന്റെയും സിലബസ് മാറ്റി സെറ്റിന്റെയും സിലബസ് മാറ്റിക്കൊണ്ട് പുത്തനൊരു സിലബസ് വന്ന് ഇതിന് രണ്ടും ഇക്വലന്റ് ആയിട്ട് ഒരു പരീക്ഷയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇന്റഗ്രേഷൻ എന്ന സാധ്യത നിലനിൽക്കുന്ന അവസ്ഥയിൽ. തൽക്കാലം MSc ആവില്ല, BSc തന്നെയാണ്. പിന്നെ ചോദിച്ചത് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നാണ്. എല്ലാ പരീക്ഷയ്ക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ട് PSCയുടെ. കാരണം ഒരു ജോലി കിട്ടേണ്ട പരീക്ഷയാണ്, ക്വാളിഫയിങ് എക്സാം അല്ല. നമ്മൾ സെറ്റിനും കേറ്ററ്റിനും ഒന്നും നെഗറ്റീവ് ഇല്ലാത്ത പോലെ അല്ല, ഇതിന് നെഗറ്റീവ് ഉണ്ട്. 0.33 മാർക്കാണ് ഒരു ചോദ്യം തെറ്റിയാൽ വരുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 1-2 റിപ്പീറ്റ് ചെയ്ത് വരാം, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരില്ല. പക്ഷേ ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഭാഗം. ഇപ്പം നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ചോദ്യം ഇടുന്ന ആളുടെ ഒരു ഏരിയ ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതിന്റെ ഫലമായിട്ട് ഇത്തവണ ഓസ്മോസിസ് ചോദിച്ചെങ്കിൽ അടുത്ത തവണ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റോ ഒക്കെ ചോദിക്കാം. അങ്ങനെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വളരെ പ്രധാനമാണ്. അതിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ റെഫറൻസ് നല്ലതായിരിക്കും. പിന്നെ HSAയിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് ഓൾറെഡി നമ്മുടെ അനീറ്റ മിസ് പറഞ്ഞു. ബേസിക്കും അഡ്വാൻസ്ഡും റാങ്ക് ഡിറ്റർമിനിങ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനാണ് NCERTയുടെയും SCERTയുടെയും ബോക്സിലെ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട്, ബോക്സിലെ കണ്ടന്റുകൾ ചോദ്യമായിട്ടല്ല, ബോക്സിൽ ഇപ്പൊ താജ്മഹലിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ കുഞ്ഞ് മെറ്റലർജിക്കകത്ത് അയൺ പില്ലറിന്റെ ഒക്കെ കാര്യം പറയുന്ന കുഞ്ഞു കുഞ്ഞു ബോക്സുകളുണ്ട്. അപ്പൊ ആ മാറ്റേഴ്സ് ഒക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ബോക്സ് സഹിതമാണ് നമ്മൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന്റെ റെലവൻസ് പറയാണ്. പിന്നെ കട്ട് ഓഫ് നമുക്ക് ഒരിക്കലും പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചോദ്യ നിലവാരത്തിലും ആപ്ലിക്കൻസിന്റെ എണ്ണവുമാണ് പ്രധാനപ്പെട്ട ഒരു രണ്ട് ഫാക്ടർ എന്താണ് കട്ട് ഓഫ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് തവണ LP UPക്ക് 26-27 കട്ട് ഓഫ് വന്നെടുത്ത് ഇത്തവണ 66 മാർക്കാണ് കട്ട് ഓഫ്. 66ന്റെ റേഞ്ചിലാണ് എല്ലാ ജില്ലയ്ക്കും കട്ട് ഓഫ് വന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ 26 ആണ് 28 ആണെന്ന് പറഞ്ഞിട്ട് ഇത്തവണ പോയാൽ ആ കട്ട് ഓഫിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. ചോദ്യം കുറച്ച് എളുപ്പമായി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കുറെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച കുട്ടികൾക്ക് ഒത്തിരി എഴുതാൻ പറ്റി, അവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അവർക്ക് എക്സാം എളുപ്പമായി, അങ്ങനെ കട്ട് ഓഫ് ഉയർന്നു. അതാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് ഒരിക്കലും നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് വേക്കൻസിയുടെ നേച്ചർ. വേക്കൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഓരോ ഡിസ്ട്രിക്റ്റിലും വേക്കൻസി മാറും. ആ വേക്കൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് സ്കൂളുകളുടെ എണ്ണം, പിന്നെ റിട്ടയർമെന്റ്, പ്രൊമോഷൻസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി HSAയിൽ പ്രൊമോഷന്റെ നേച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് നാൾ HSA ആയിട്ട് വർക്ക് ചെയ്തതിനു ശേഷം ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സീനിയർ HSA ആയിട്ട് പ്രൊമോട്ടഡ് ആവും. അതിന് വേറൊരു പേ സ്കെയിൽ ആയിരിക്കും. പിന്നെ ഒരു